പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റുകളിൽ ഒന്നാമത്തേത് ജാക്ക് റൈഡർ എന്ന മുൻ WWE താരത്തെ സംബന്ധിച്ചും രണ്ടാമത്തേത് മരണപ്പെട്ട എക്കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാളായ ബ്രേ വൈറ്റിന് വേണ്ടി WWE നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളെ സംബന്ധിച്ചാണ്. പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് WWEയിലെ സൂപ്പർ താരങ്ങളായ ഷാർലറ്റ് ഫ്ലെയർ, റെയ് മിസ്റ്റീരിയോ, യുവതാരമായ ഡൊമിനിക് മിസ്റ്റീരിയോ തുടങ്ങിയവരുടെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയവയാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഷാർലറ്റ് ഫ്ലെയറിൻ്റെ കോൺട്രാക്റ്റ് അപ്ഡേറ്റ് ആണ്. ഷാർലറ്റ് ഫ്ലെയർ WWEയുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഫൈറ്റ്ഫുൾ സെലക്ട് എന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. WWEയുടെ വുമൻസ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയൊരു കോൺട്രാക്റ്റാണ് ഷാർലറ്റ് കുറച്ചധികം വർഷത്തേക്ക് വേണ്ടി പുതുതായി പുതുക്കിയിട്ടുള്ളത് എന്നാണ് ഫൈറ്റ്ഫുൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു കോൺട്രാക്റ്റ് പ്രകാരം ഷാർലറ്റിന് ട്രാവൽ ചെയ്യാൻ ഒരു ബസ് തന്നെ WWE കൊടുക്കുന്നുണ്ടെന്നും ഈ ഒരു കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷാർലറ്റിന് വലിയൊരു കോൺട്രാക്റ്റ് കൊടുക്കുന്നത് കൊണ്ട് WWEന് ഉപകാരങ്ങളെ ഉള്ളൂ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കൂടാതെ ഷാർലറ്റിന് വലിയൊരു കോൺട്രാക്റ്റ് കൊടുക്കേണ്ട ഒരു സ്ഥിതിയുമാണ് നിലവിലുള്ളത്. ഷാർലറ്റിൻ്റെ ബോയ് ഫ്രണ്ട് ആൻഡ്രാഡെ AEWയിലാണ് നിലവിൽ സൈൻ ചെയ്തിട്ടുള്ളത്. ഷാർലറ്റിൻ്റെ അച്ഛൻ എക്കാലത്തെ മികച്ച പ്രൊഫഷണൽ റെസ്ലറായ റിക് ഫ്ലെയറും AEWയുമായി കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കോൺട്രാക്റ്റ് ഷാർലറ്റിൻ്റെ മുന്നിലേക്ക് വന്നില്ലെങ്കിൽ ഷാർലറ്റ് WWE വിട്ട് AEWയിലേക്ക് കൂടുമാറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് ഷാർലറ്റിന് ഇത്രയും വലിയൊരു കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഷാർലറ്റ് AEWയിലേക്ക് പോകില്ല എന്നുള്ളത് 100% ഉറപ്പായിരിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റ് WWE ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോയുടെ പുതിയൊരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചാണ്. റെസ്ലിംഗ് ഒബ്സർവറായ ഡെയിം വെൽസറിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം റെയ് മിസ്റ്റീരിയോ എന്ന ഹോൾ ഓഫ് ഫെയിമറും WWEയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ അത് എത്ര വർഷത്തേക്കാണ് എന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. റെയ് മിസ്റ്റീരിയോ ഉടനെ ഒരു റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ നിലവിൽ ഉള്ളത്. റെയ് മിസ്റ്റീരിയോ നിലവിൽ സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഒരു ഇഞ്ചുറി മൂലം സ്മാക്ഡൗണിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഇഞ്ചുറി കൊടുക്കാൻ കാരണം റെയ് മിസ്റ്റീരിയോയുടെ കാലിന് ഇഞ്ചുറി പറ്റിയത് കൊണ്ടാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു കോൺട്രാക്റ്റ് അപ്ഡേറ്റ് റെയ് മിസ്റ്റീരിയോയുടെ മകനും മുൻ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനുമായ ഡൊമിനിക് മിസ്റ്റീരിയോയെ സംബന്ധിച്ചാണ്. ഡൊമിനിക് മിസ്റ്റീരിയോ WWEയുമായി 5 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഡൊമിനിക് മിസ്റ്റീരിയോയെ സംബന്ധിച്ച് 2023 ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. NXT, റോ തുടങ്ങിയ വീക്ക്ലി എപ്പിസോഡിൽ അദ്ദേഹത്തിന് നിരന്തരമായിട്ടുള്ള സ്റ്റോറി ലൈനുകൾ ലഭിച്ചു. നോർത്ത് അമേരിക്കൻ ചാമ്പ്യനാകാൻ സാധിച്ചു. ജഡ്ജ്മെൻറ്റ് ഡേയിലെ ഒഴിവാക്കാനാകാത്ത ഒരു റെസ്ലർ എന്നുള്ളൊരു രീതിയിൽ, ഒരു മികച്ച ഒരു യുവതാരം എന്നുള്ളൊരു രീതിയിൽ ഡൊമിനിക് വളർത്തി വന്ന ഒരു വർഷമാണ് 2023 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡൊമിനിക് WWEയിൽ തുടരാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഡൊമിനിക്കിന് ഇനിയും നല്ലൊരു പുഷ് ഭാവിയിൽ കിട്ടും എന്നുള്ളതും ഉറപ്പായിരിക്കുന്നു. പിന്നീട് പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് ജാക്ക് റൈഡർ എന്ന മുൻ WWE റെസ്ലറിനെ സംബന്ധിച്ചാണ്. നിലവിൽ മാറ്റ് കാർഡോണ എന്ന റിംഗ് നെയിമിൽ അറിയപ്പെടുന്ന ഇൻഡീസിലെ തന്നെ ഏറ്റവും ഹോട്ടസ്റ്റായി നിൽക്കുന്ന ഒരു റെസ്ലർ WWEയിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ എല്ലാ വാതിലുകളും അടച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ജാക്ക് റൈഡർ എന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു നെയിമിലൂടെ താൻ ഇനി WWEയിലേക്ക് തിരികെ വരില്ല എന്നുള്ളതാണ് ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ജാക്ക് റൈഡർ അഥവാ മാറ്റ് കാർഡോണ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാറ്റ് കാർഡോണ എന്ന താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻഡീസിലെ ക്യാരക്ടറിലൂടെ മാത്രമേ താൻ WWEയിലേക്ക് ഇനി തിരികെ വരികയുള്ളൂ എന്നുള്ളതും ജാക്ക് റൈഡർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യം വരാനും അതിന് മറുപടി കൊടുക്കാനുമുള്ള കാരണം ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൽ ജാക്ക് റൈഡറുടെ ഭാര്യ ചെൽസി ഗ്രീന് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് ഇടയിൽ ജാക്ക് റൈഡറുടെ ഫിനിഷർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഫിനിഷർ ചെൽസി ഗ്രീൻ ഉപയോഗിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞത് ജാക്ക് റൈഡറുടെ തിരിച്ചുവരവിൻ്റെ സൂചനയാണ് അവിടെ നൽകിയിട്ടുള്ളത്. മുൻപ് റോ എപ്പിസോഡിൻ്റെ ബാക്ക് സ്റ്റേജിൽ ജാക്ക് റൈഡർ വന്നത് അത് WWEയിലേക്ക് തിരികെ വരുന്നതിൻ്റെ സൂചന നൽകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ വാർത്തകളും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ജാക്ക് റൈഡർ WWEയിലേക്കുള്ള ആ ഒരു തിരിച്ചുവരവിൻ്റെ വാർത്തകളെല്ലാം ഇപ്പോൾ തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഇനി മാറ്റ് കാർഡോണ എന്നുള്ള ഒരു റിംഗ് നെയിമിൽ മാത്രമേ ജാക്ക് റൈഡർ WWEയിലേക്ക് തിരികെ വരികയുള്ളൂ. അവസാനമായി പങ്കുവെക്കാനുള്ളത് എക്കാലത്തെയും മികച്ച WWE സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ നമ്മളെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞ ബ്രേ വൈറ്റിൻ്റെ കുടുംബത്തിന് വേണ്ടി നിലവിൽ WWE ചെയ്യുന്ന സഹായങ്ങളെ സംബന്ധിച്ചാണ്. WWEയുടെ മുൻ റെസ്ലറും ബ്രേ വൈറ്റിൻ്റെ അച്ഛനുമായ മൈക്ക് റോണിട്ട ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ബ്രേ വൈറ്റിനെ WWE നിലവിൽ ലെജൻഡ്സ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടാതെ മെർച്ചൻഡൈസിൽ നിന്ന്
കിട്ടുന്ന വരുമാനം ബ്രേവൈറ്റിൻ്റെ ഫാമിലിക്കാണ് ഡയറക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും മൈക്രോഡൂട്ട വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ബ്രേവൈറ്റിൻ്റെ പേരിൽ നിങ്ങൾ മേടിക്കുന്ന എന്തെങ്കിലും ഒരു മെർച്ചൻഡൈസ് അതിൻ്റെ വരുമാനം ഡയറക്റ്റ് ബ്രേവൈറ്റിൻ്റെ ഗേൾ ഫ്രണ്ടായ ജോജോ ബ്രേവൈറ്റിൻ്റെ മക്കൾക്ക് തുടങ്ങിയവർക്കാണ് കിട്ടുന്നത് എന്നുള്ളതും അത് അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും ഇപ്പോൾ മൈക്രോഡൂട്ട പറയുന്നുണ്ട്. ബ്രേവൈറ്റിന് WWE മാക്സിമം സപ്പോർട്ട് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ബ്രേവൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു കുടുംബം വീണ് പോകരുത് എന്നുള്ളത് കൊണ്ടാണ് WWE ഇത്രയും മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നത്. ബ്രേവൈറ്റിൻ്റെ ഈ ഒരു വിയോഗം റെസ്ലിംഗ് ലോകത്ത് ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയ 2023 ഏറ്റവും വലിയൊരു വാർത്തയായിരുന്നു. അതിൽ നിന്ന് റെസ്ലിംഗ് ലോകം ഇതുവരെ മുക്തമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ബ്രേവൈറ്റ് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു റെസ്ലറായിരുന്നു. അപ്പോൾ WWE മാക്സിമം ബ്രേവൈറ്റിൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിലവിൽ നമുക്ക് പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.